വിളിച്ചറിയിക്കുന്നത് നമ്മൾ കൂടുതലും കുട്ടിച്ചാത്തൻ്റെ ചരിത്രത്തിലേക്ക് കുറച്ച് കയറി ചെന്നു. ഒരുപാട് എഴുതപ്പെട്ട രേഖകളുണ്ടല്ലോ, കുട്ടിച്ചാത്തനായിട്ട് ബന്ധപ്പെട്ട കുറേ ഡയലോഗുകൾ, അത് നമ്മൾ വരവിളിയിലേക്ക് ഉൾപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ചൊല്ലി ഏകദേശം ഓക്കെ ആയ ഈ രീതിയിൽ നമ്മളെ വരവിളി തന്നെ മാറ്റി. പണ്ട് കാലങ്ങളിൽ വാമൊഴി ഇല്ലായിരുന്നു, പീഠത്തിൽ കയറി വിളിച്ചറിയിക്കുന്നൊരു ഇതില്ലായിരുന്നു. അത് അവിടെ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി. അന്ന് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. പിന്നെ ഓരോ കൊല്ലം കഴിയുമ്പോൾ കുട്ടിച്ചാത്തനായിട്ട് കൂടുതലായിട്ടുള്ള ബന്ധങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ കൂടുതൽ നമ്മൾ കുട്ടിച്ചാത്തനെ ഫോക്കസ് ചെയ്തു. അപ്പോൾ കുട്ടിച്ചാത്തൻ്റെ ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ കുറേ ബുക്കുകൾ എന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ ഈ ഒരു തെയ്യത്തിന് ഉപകാരപ്പെടും. മുഴുവൻ എടുക്കാതെ ചില കാര്യങ്ങൾ കുട്ടിച്ചാത്തൻ്റെ ആയ യാത്രകളും അതുപോലെ തന്നെ അനുഭവങ്ങളും ആ ജീവിത രീതികളും എല്ലാം എടുത്തുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു ഇത് എഴുതി. അപ്പോൾ അതിൽ കാളകാട്ടച്ഛൻ്റെ ദുർമന്ത്രവാദത്തിന് ഇരയായിട്ടാണ് ഈ കുട്ടിച്ചാത്തനെ ഇല്ലാണ്ടാക്കുകയാണ്, വികൃതി പയ്യനെ ഇല്ലാണ്ടാക്കുക. പക്ഷേ അവിടെയും കുട്ടിച്ചാത്തൻ തീരുന്നില്ല. ആ നാൽപ്പാമര വിറകുന്ന കുട്ടിച്ചാത്തൻ ഒരു സ്ഫോടനം പോലെ, കാളകാട്ടില്ലത്തെ ചുട്ടുപൊട്ടിക്കുന്ന ഒരു സ്ഫോടനം പോലെ പൊട്ടിയതാണ്. 398 കഷ്ണങ്ങളായിട്ടാണ് ഇന്ന് ഹോമിക്കുന്നത്. ഈ 398 കഷ്ണങ്ങളിൽ നിന്ന് ഓരോ ചാത്തൻ ഉണ്ടായിരുന്ന പൂവിലേക്ക് വീണത് പൂക്കുട്ടിയായിട്ട് വന്നു, കരിയിൽ വീണത് കരിങ്കുട്ടിയായിട്ട് വന്നു, പറന്നു പോയത് പറക്കുട്ടിയായി, മണിയിൽ ചെന്ന് വീണ മണിക്കുട്ടി. അപ്പം അങ്ങനെ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വർഷം അത് ഇങ്ങോട്ട് ആ വാമൊഴി മൊത്തം അങ്ങോട്ട് ഓരോ കൊല്ലവും നമ്മൾ ആ തീക്കുട്ടി ചെയ്യുമ്പോൾ എന്തുണ്ട് പുതിയത് എന്ന് ഇപ്പോഴും നമ്മൾ നോക്കുന്നുണ്ട്.